പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവർക്കും ഉപകാരമായേക്കാവുന്ന ഒരു കാര്യമാണ് ഇന്ന് പറയാൻ പോകുന്നത്. മഴക്കാലമാകുമ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ ഇതുപോലെ പുല്ല് വളർന്ന് നിൽക്കാറുണ്ട്. ഇത് നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ ഇഷ്ടം പോലെ പുല്ല് വളർന്ന് കാട് പിടിച്ച് കിടക്കാണ്. ഈ പുല്ലുകളെ മുഴുവനും നമുക്ക് ഉപകാരപ്രദമായ രീതിയിൽ വളമാക്കി മാറ്റാൻ കഴിയും, കമ്പോസ്റ്റ് വളം ആക്കി മാറ്റാൻ കഴിയും. ഇതുപോലുള്ള പുല്ല് വളരാതിരിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ഇഷ്ടിക വിരിക്കലും കോൺക്രീറ്റ് ചെയ്യലും ഒക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വീടിന്റെ ചുറ്റുഭാഗം മുഴുവനും കോൺക്രീറ്റ് വിരിക്കുന്നത് കൊണ്ട് വെള്ളം മണ്ണിലേക്ക് ഇറങ്ങാതെ കിണറുകളിൽ വെള്ളം ഉണ്ടാവാതിരിക്കുകയും അതുപോലെ ഈ വെള്ളം മുഴുവൻ റോഡുകളിലേക്ക് ഒഴുകിപ്പോയിട്ട് അത് ഒരു ശല്യമായി മാറുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ മണ്ണിലേക്ക് വെള്ളം ഇറങ്ങി പോകണം, അതിന് പുല്ല് ആവശ്യമാണ്. ഈ പുല്ല് നമുക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഇതിനെ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം ഇത് എടുക്കാം. ഈ പുല്ല് നമുക്ക് ഈസി ആയിട്ട് പറിക്കാൻ പറ്റും. പുല്ല് പറിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, പുല്ലിന് വിത്ത് വരുന്നതിന് മുൻപ് വേണം പറിക്കാൻ, അപ്പോൾ വീണ്ടും അത് വരാതിരിക്കും. ഇവിടെ നമുക്ക് ഈ പുല്ലിനെ നമുക്ക് പറിച്ചെടുക്കാം, വേരോട് കൂടി പറിച്ചെടുക്കാം. ഇതുപോലെ ഓരോ ഭാഗത്തും വരുന്ന പുല്ലുകളെ നമുക്ക് എടുക്കാം. ഇത് ഒരു ജോലി ചെയ്യുമ്പോൾ അത് സന്തോഷത്തോടു കൂടി ചെയ്താൽ അതിന് നമുക്ക് ആരോഗ്യവും ഉണ്ടാവും, അതുപോലെ ഒരു എക്സസൈസുമായി. ഈ പുല്ല് നമുക്ക് വളരുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. കാരണം ഈ പുല്ല് നാളെ ഒരു കിലോന് 50 രൂപ വില വരുന്ന വളമായി മാറാൻ പോവാണ്. ഇത് ഇങ്ങനെയുള്ള പുല്ല് കാണുമ്പോൾ നമുക്കൊക്കെ വിഷമാണ് തോന്നുക സാധാരണ, പക്ഷെ നമുക്കിതിനെ ഒരു വരുമാന മാർഗം പോലും ആക്കി മാറ്റാൻ കഴിയും. ഇപ്പോൾ ഈ പറമ്പിലെ ഒട്ടുമിക്ക പുല്ലുകളും പറിച്ചു കഴിഞ്ഞു. ഇപ്പൊ നിങ്ങൾക്ക് കാണാം, ഇത് ഞാൻ ഇവിടെ കൂട്ടിയിരിക്കുകയാണ്. ഇത്രയും പുല്ലുകളുണ്ട് ഇവിടെ. അവസാന പുല്ലുകൾ പോലും പറിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇതവിടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇങ്ങനെ നല്ല ക്ലിയർ ആയിട്ട് എല്ലാം ക്ലിയർ ആക്കി. ഇത്രയും പുല്ലുണ്ട്. ഇനി നമുക്ക് ഈ പുല്ലിനെ എന്ത് ചെയ്യാൻ പോകണമെന്ന് കാണിക്കാം. ഇതെടുക്കാം. ഇത് ഒരു പ്ലാസ്റ്റിക് ടാങ്ക്, ഏത് ലീക്കുള്ള ടാങ്കോ അല്ലെങ്കിൽ കേടുവന്ന ടാങ്കോ പുതിയ ടാങ്ക് പോലും ഉപയോഗിക്കാം. ഈ പുല്ലുകൾ മുഴുവനും ഇതിലേക്ക് പറിച്ചു കൊണ്ടുവന്ന പുല്ല് മുഴുവനും ഇത് നിറക്കണം. അത് കുറച്ച് മണ്ണ് അതിലുണ്ടായാലും കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. ഇപ്പൊ ഇത് ഏകദേശം ഫില്ലായിരിക്കുകയാണ്, പക്ഷെ വെറും ഒരാഴ്ച കൊണ്ട് ഇപ്പൊ ഈ നിറഞ്ഞ ടാങ്ക് ഇത് ഏകദേശം ഇവിടം വരെ എത്തും. ഒരാഴ്ച കൊണ്ട് ഈ പുല്ല് താഴ്ന്നു പോകും. ഇനിയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോകുന്നത്. ഇതുവരെയുള്ള കമ്പോസ്റ്റ് വളം ഉണ്ടാക്കുന്ന കമ്പനികളൊന്നും തന്നെ പറയാത്ത ആ ഒരു രഹസ്യം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയാൻ പോവാണ്. ഇതില് ബാക്ടീരിയ നിറയ്ക്കണം. അതായത് ബാക്ടീരിയ ആണ് ഈ പുല്ലിനെ വളമാക്കി മാറ്റുന്നത്. അപ്പൊ ബാക്ടീരിയ നമുക്ക് എവിടുന്ന് കിട്ടും, എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം, അത് ഞാൻ പറയാം. അതിനു മുമ്പ് ഇപ്പൊ ഇത് നിങ്ങൾ കണ്ടു കഴിഞ്ഞു, ഇതില് ഫില്ലാണ്. ഇപ്പൊ പുല്ല് മുഴുവനും നിറഞ്ഞു കഴിഞ്ഞു. ഇനി ഇത് ഒരാഴ്ച, വെറും ഒരാഴ്ച 7 ദിവസം കൊണ്ട് ഇത്രയും ഉള്ള പുല്ല് ഏകദേശം ഇവിടെ എത്തും. അത് ചെയ്യുന്നത് ബാക്ടീരിയ ആണ്. ആ ബാക്ടീരിയ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് സിമ്പിളായിട്ട് ഒരു കാര്യം ചെയ്യാൻ സാധിക്കും. നമ്മള് ശർക്കര നന്നായിട്ട് കലക്കുക. ഒരു 1/2 കിലോ ശർക്കര കലക്കിയിട്ട് ഇതിങ്ങനെ ഫില്ലാവുമ്പോൾ ആ ശർക്കര കലക്കിയ വെള്ളം ഇതിന്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഒരു പാത്രം കൊണ്ട് മൂടി വയ്ക്കുക. ഇതിൽ സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് ഇത് ചെയ്യുന്നത്. ഇനി സ്മെല്ല് വരുന്ന എന്തെങ്കിലും സംശയമുള്ള ആളുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു പൈപ്പ് മുകളിലേക്ക് കൊടുക്കാവുന്നതാണ്. അത്രയും മാത്രം ചെയ്താൽ മതി. അതുപോലെ അടിഭാഗത്ത് ഇങ്ങനെ ഒരു പൈപ്പ് കൊടുക്കുന്നത് നല്ലതാണ്. ഈ പൈപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വരുന്ന ലിക്വിഡ് അത് വളമായിട്ട് ഉപയോഗിക്കാൻ കഴിയും. ഇനി ആ വളം ആവശ്യം ഇല്ലാത്ത ആളുകൾക്ക് അതിന്റെ അടിഭാഗത്ത്, ടാങ്കിന്റെ അടിഭാഗത്ത് ഒരു ചെറിയൊരു ഹോള് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ആ വെള്ളം മണ്ണിലേക്ക് ഇറങ്ങിപ്പോക്കോളും. ആ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അത് വളമാണ്, നല്ല വളമാണ്. അത് മുളകിനും അതുപോലെ പച്ചക്കറികൾക്കൊക്കെ ഉത്തമമായ വളമാണ്. അത് ഒരു പാത്രത്തിലേക്ക് എടുത്ത് അത് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി, ഇഷ്ടംപോലെ പച്ചക്കറി ഉണ്ടാവും. അപ്പോൾ ഇത് വേറെ, അതുപോലെ മറ്റൊരു ടാങ്കാണിത്. ഇത് നമ്മൾ കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇതില് അടുക്കളയിലെ വേസ്റ്റുകളും അതുപോലുള്ള പുല്ലുകളും ഒക്കെ എന്ത് വേണമെങ്കിലും അടിച്ചു വാരി ഉണങ്ങിയതോ പേപ്പർ പോലും ഇടാം. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതുപോലുള്ള പ്ലാസ്റ്റിക്
പ്ലാസ്റ്റിക് മാത്രം അതിൽ ഇടാൻ പാടില്ല. അത് ഒരിക്കലും അഴിഞ്ഞു പോവുകയില്ല, അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പൊ ഇതിനെ മാറ്റി വേറെ ഒരു ഇത് ആക്കി വെച്ച് കഴിഞ്ഞാൽ അത് വേറെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് അതിനെ നശിപ്പിച്ച് കളയാം. ഇതിനകത്ത് അഴുകി പോകുന്ന പച്ചക്കറി വേസ്റ്റുകൾ, ഇറച്ചി, മീന്, അതുപോലെ കിച്ചണിലുണ്ടാവുന്ന എല്ലാതരം വേസ്റ്റുകളും, ചോറ് ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ ഇതിൽ ഉപയോഗിക്കാൻ പറ്റും. അതിന്റെ കൂടെ അടിച്ചു വാരിയ ഇത് വേസ്റ്റ്, അതിൽ റബ്ബറും പ്ലാസ്റ്റിക്കും കുപ്പിച്ചില്ലും ഒന്നും അല്ലാത്ത എല്ലാം ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റും. അലിഞ്ഞു പോകുന്ന എല്ലാതും ഫില്ലാകുമ്പോ നിറയുമ്പോ നമ്മൾ അതിന്റെ മുകളിൽ 1/2 കിലോ ശർക്കര കലക്കി അല്ലെങ്കിൽ അത് ഉരുക്കി ഇതിന് ഒഴിച്ചു കൊടുക്കുക. കലക്കിയാലും മതി. അതൊന്ന് കുറച്ചു നേരം ശർക്കര കുറച്ച് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് അലിഞ്ഞു പോകും. അലിയുമ്പോൾ ആ വെള്ളം ഇതിന്റെ മുകളിൽ തെളിച്ചു കൊടുക്കുക. ഇത്ര മാത്രം ചെയ്താൽ മതി. ഇങ്ങനെ ഇത് ഇപ്പൊ ഞാനിത് 6 മാസമായി ഇത് നിറയ്ക്കാൻ തുടങ്ങിയിട്ട്, പക്ഷെ ഇതുവരെ നിറഞ്ഞിട്ടില്ല. ഓരോ ആഴ്ചയും ഇതുപോലെ ഫില്ലാക്കും. അടുത്ത ആഴ്ച വരുമ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ടാവും, വീണ്ടും ഫില്ലാക്കും, വീണ്ടും അത് താഴ്ന്നു പോകും. അങ്ങനെ താഴ്ന്നു പോയി ഒരു വർഷം കൊണ്ടൊക്കെയാണ് ഇത് നിറയുക. അങ്ങനെ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇടാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ ആകുമ്പോൾ ഇത് മൂടി അവിടെ വെക്കുക. പിന്നെ അടുത്ത ടാങ്കിൽ നമുക്ക് ഇതുപോലെ നിറച്ചു തുടങ്ങാം. അങ്ങനെ അങ്ങനെ മൂടി വെച്ച ഇത് ഒരു 3 മാസോ 6 മാസോ ഒക്കെ കഴിയുമ്പോൾ ശരിക്ക് ഉണങ്ങിയ പൊടി രൂപത്തിൽ, കറുത്ത പൊടി രൂപത്തിൽ ആവും. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ ടാങ്കില് ഫില്ലായതിനു ശേഷം ഒരു 6 മാസം അല്ലെങ്കിൽ 3 മാസം നമ്മൾ ആ ടാങ്കില് പിന്നെ ഒന്നും ഇടാൻ പാടില്ല, അങ്ങനെ അടച്ചു വെക്കണം. അതിനുശേഷം ആ ടാങ്ക് തുറന്നു നോക്കിയാൽ ഇതേപോലെ പൊടിയായിട്ടുണ്ടാവും. ആ വളമാണിത്. നമ്മൾ ആ പുല്ലും വേസ്റ്റും അടുക്കളയിലെ വേസ്റ്റും ഒക്കെ ചേർത്ത് ടാങ്കിൽ നിറച്ചപ്പോൾ ഉണ്ടായ വളമാണിത്. ഈ വളം നമുക്ക് ഇപ്പൊ നമ്മൾ കണ്ട ആ പുല്ലും അതുപോലെ വേസ്റ്റുകളും അടുക്കളയിലെ വേസ്റ്റും ഒക്കെ ഇത് 6 മാസം കൊണ്ട് ഇതേപോലെ ആയിരിക്കാണ്. ഇതിന് മാർക്കറ്റിൽ 1 കിലോന് 50 രൂപയാണ് വില. ഇത് നമുക്ക് ചെടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. എല്ലാ ചെടികൾക്കും, പൂക്കൾക്കും, പൂച്ചെടികൾക്കും ഒക്കെ ഇട്ട് കൊടുക്കാവുന്ന നല്ലൊരു വളമാണിത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണും എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. ഒരുപാട് പേർക്ക് ഉപകാരമായിരിക്കും. പ്രത്യേകിച്ച് ഒരുപാട് പുല്ല് വളർന്നു നിൽക്കുന്ന വീടുകൾ ഞാൻ ഒരുപാട് കണ്ടു. അവർക്കൊക്കെ അതുപോലെ വേസ്റ്റ്, ഇപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിലെ വേസ്റ്റ് തികയാതെയാവും കുറെ കഴിയുമ്പോൾ. അപ്പൊ അടുത്ത വീട്ടുകാരോട് പോലും അവരുടെ വേസ്റ്റ് കൂടി കൊണ്ടുവന്നോളാൻ നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഒരു ദുരന്തമാണ് വേസ്റ്റ് കൊണ്ടുപോയി പൊതുസ്ഥലങ്ങളിൽ നിക്ഷേപിക്കുന്ന ഒരു ഏർപ്പാട് നമുക്കുണ്ട്. ചിക്കൻ വേസ്റ്റും അതുപോലുള്ള മീനിന്റെ വേസ്റ്റ്, ഇറച്ചിയുടെ വേസ്റ്റ് ഒക്കെ. ഈ ആളുകൾക്കൊക്കെ അറിയാഞ്ഞിട്ടാണ്. ഈ വേസ്റ്റ് ഒക്കെ പണമാണ്. അത് നമുക്ക് ഇതുപോലെ വളമാക്കി മാറ്റാൻ കഴിയും. നാടിന് ഉപകാരമുള്ള രീതിയിൽ അതിന് മാറ്റാൻ കഴിയും. ഇത് ഓരോരുത്തരും അവനവന്റെ വീട്ടിൽ ഒരു ടാങ്കെങ്കിലും വെക്കുകയാണെങ്കിൽ നാട് മുഴുവനും വൃത്തിയാവുന്നതോടൊപ്പം ആളുകൾക്ക് ഇതുപോലെ പച്ചക്കറി ഉണ്ടാക്കാനും കഴിയും. വളമായിട്ട് അത് വിറ്റ് അതൊരു വരുമാന മാർഗമായിട്ട് മാറ്റാനും കഴിയും. നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഇത് ഷെയർ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ഒരുപാട് ആളുകൾക്ക് ഇത് ഉപകാരമാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഹരിശ്രാജ്.